എന്താ രാവിലെ തന്നെ തക്കാളി വെച്ചിട്ട് കാട്ടണേ? തക്കാളി വെച്ചിട്ടോ? എന്തെങ്കിലും കറിയിലിടാനാ? കറി ഇടാനുണ്ടോ? തക്കാളി കറി വെക്കാം. തക്കാളി കറി തക്കാളി വെച്ചിട്ടൊരു കറി വെക്കാം. തക്കാളി കറി തക്കാളിക്കാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്ക് പറയാ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണം. വേണ്ട സാധനങ്ങൾ ഇത് തക്കാളി അരിയട്ടെ. ഞാൻ ഇതിനെ കാണിക്കാം കേട്ടോ. തക്കാളി കഴുകിട്ടെ. അവിടെ അച്ഛൻ എന്താ അവിടെ എന്തൊക്കെയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ചായയൊക്കെ വല്ലതും കിട്ടുമോ? ഇന്നേരത്തുള്ള ചായ കിട്ടുമോ? നേട്ടനെ ചായ വെച്ചിരിക്കണം. എന്നാൽ അച്ഛനെ ചായ വെച്ചിരിക്കണം. രാവിലെ എണിച്ചിട്ട് എന്തൊരു സഹായമാണ് ഒരു കൈ. ഞാൻ വൈകുന്നേരവും രാവിലെ എണിച്ചിട്ടേ എന്തൊരു സഹായമാണ് എനിക്ക്. ഏത് ഞാനോ? എന്തപ്പോ മുളക് മുറിച്ചിട്ടില്ല. ചുണ്ട് ഇപ്പം തന്നെ അരിയാൻ പറയും. കൈ പൊള്ളിയാട്ടോ. എന്താ നിങ്ങള് അച്ഛൻ ചായ കൊണ്ടുവന്നാണ്. രാവിലെ തന്നെ ഒരാൾ മുട്ടായി തിന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആണോ? എനിക്ക് എന്താ പിന്നെ വേണ്ടേ? ഏട്ടൻ ചായ വെച്ചോണ്ടാണ്. ഞാൻ പട്ടിണി എടുക്കാൻ പറ്റുമോ? എന്താണ് ചായ? ഒരാൾ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിപ്പോ എങ്ങനെ ഇപ്പൊ കുടിക്കുക? ഞാൻ ഇരുന്ന് കുടിക്കട്ടെ. തക്കാളി ഇട്ടാ ഇതിൽ തക്കാളി ഇട്ട് അത് പറയാം. ഇതിലിടുമ്പോ 2-3 പച്ചമുളക് ഇട്ടാ. അതൊക്കെ കത്തിക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മാറും. മുളക് പൊടി കുറച്ച് മുളക് പൊടി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. അയ്യോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാ. അയ്യോ ഇതൊക്കെ പോണ വെള്ളം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കട്ടെ. ഇല്ല. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. എന്നാ വേണ്ടി? കുക്കർ ഇഷ്ടമല്ല. ഇത് നമുക്കൊരു അരപ്പുണ്ടാക്കാം. ഇവിടെ തന്നെ നമ്മൾ വെച്ച് ചെയ്താലോ?
അങ്ങനെ ചിരകാൻ മടിച്ചിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയാണ്. അത് ശരി. അവസാനം ചോദിച്ചത് ചിരക വാങ്ങിച്ചു വിടുകയാണ്. എന്നാലും മടിയാണ്. ചിരകുണ്ട്, അതിന്റെ ഹാനി കളഞ്ഞിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇരുന്ന് ചിരകണ്ടേ ഇരുന്ന് ചിരകണ്ടേ? അത് വേണ്ട. പന്ന് കണ്ട പോലെ മെഷീനിൽ ഇങ്ങനെ പിടിച്ച് ചിരകണത് 10 മിനിറ്റ് കൊണ്ട് 50 നാളേരും. എന്താ പറഞ്ഞു? 3000 രൂപന്റെ പറഞ്ഞു. ഹോട്ടലുകാരെ എന്നിട്ട് നോക്കി പോകണമുണ്ട്. എന്നോടാ പറയണേ, ഞാൻ ഹോട്ടൽ നടത്തണോണ്ട്. കറി ഇതിൽ കുറച്ച് ജീരകം കൂടെ കേട്ടാ. തേങ്ങ ഒക്കെ കഷ്ണിച്ച പൂണ്ട് കഴിഞ്ഞു. കഷ്ണിച്ച് കുറച്ച് ജീരകം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, കാമാണ്. എന്തായി? തക്കാളി വെന്തു കേട്ടാ. നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ജീരകവും തേങ്ങയും കൂടി അരച്ച അരപ്പ് കലക്കട്ടെ കേട്ടാ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. മറ്റേ എന്താ ഇപ്പം ഇതിലുള്ളത്? തക്കാളി സാധനങ്ങൾ ഇടുക, വെള്ളം ഇടുക, വേവിക്കുക, തേങ്ങ അരച്ചിടുക. ഒന്നുമില്ല പറഞ്ഞ ആരും വിഷമിക്കുന്നുണ്ട്. തക്കാളി ഉണ്ടെങ്കിൽ മതി. ഇതിന്റെ കോമ്പിനേഷൻ മുട്ടയോ പപ്പടോ 2 ഉണക്കമീനോ കൂടി ഇട്ട സൂപ്പർ കറി. ഉച്ചക്കത്തെ ഇതെന്താ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആരാ നല്ലത് പറയുന്നുണ്ട്? ആര്? എന്നെ. അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ? അച്ഛൻ കടയിൽ പോയാ? ഓ, കോമ്പിനേഷൻ മേടിക്കാൻ പോയി. മുട്ട മേടിക്കാം. അത് ശരി. ഇതൊക്കെ സിമ്പിൾ കറി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊന്നും തിളക്കണ്ടേ? നല്ല പുള്ളിയുള്ള തക്കാളി നല്ല ടേസ്റ്റ്. തിളക്കട്ടെ. നിനക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പ് പോരാ, നേരത്തെ. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പിന്നെ പറയണ്ട. ടേസ്റ്റ് ഉണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. തിളക്കട്ടെ കേട്ടാ. കറി ആയിട്ടാ. കറി ഇറക്കട്ടെ കേട്ടാ. വാങ്ങി വെക്കാം. അയ്യോ, എന്താ തിളക്കണം? നമുക്ക് പൊത്തിക്കട്ടെ, താളിക്കട്ടെ. താളിച്ച് വയ്ക്കാൻ. ഈ കറിക്കും താളിച്ച് വയ്ക്കണല്ലേ? പിന്നെ താളിപ്പില്ലാണ്ട് വേപ്പിലില്ലാത്തതിൻ്റെ ഒരു അമ്മമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയാൻ നിൽക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് കടുകിട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പൊട്ടുവോ? ഇല്ലേ? അതെ. അതൊക്കെ ഇല്ലേനും. ഇത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. വെളുത്തുള്ളി നല്ല ഉണക്കമുളക്, കറിവേപ്പില വേണല്ലേ? ഉണക്കമുളക്, കറിവേപ്പില. ഇതിൽ എന്നത്തെയും പോലെ മുളക് പൊടി. അത് പിന്നെ എപ്പോഴും ഉള്ളതാണ്. കളറ് താളിപ്പൊഴിക്കാം. ഇതാണ് നമ്മുടെ തക്കാളി കറി. സിമ്പിളായിട്ടുള്ള ഫൈനാണല്ലോ, മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ഛൻ വന്നു. ചോറ് തരാം, വാ ഓടി വാ. അത് കത്തും വരി. ഓടി വരി, ഓടി വരി. ചാറൊഴിക്ക്. വേഗം കഴിക്കട്ടാ.
മുട്ടേനെ ദിവസം മുട്ട മുട്ട പിന്നെ കോമ്പിനേഷൻ മുട്ട വറുത്തതോ മറ്റേ ഉണക്കമീൻ എന്തെങ്കിലും അതെ പപ്പടം ഇത് തക്കാളി പച്ചമുളക് കറി സിമ്പിൾ കറി ഇത് അച്ചാറ് കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ് കേട്ടോ ഫിഷ് അച്ചാർ ഫ്രഷാ ഫിഷ് മീൻ അച്ചാറാണ് അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം കേട്ടോ സൂപ്പറാണ്. അറിയാനോ ആയില്ലേ എല്ലാരും മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങോട്ട് നോക്കി പറയേ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ ഫോളോ ചെയ്യുക. ടാറ്റാ. ബൈ.